ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെയാണ്, ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്, അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദ എംപറർ എന്ന് പറയുന്നൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഗൈഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ്. ഓക്കെ, ഗൈഡൻസ്. ഓക്കെ, യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ഉള്ള ആളുകളുടെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഇമോഷൻസിന് യാതൊരുവിധ വാല്യൂവും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുട്ടികളെ പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുകയും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ഒത്തിരി ഫ്രണ്ട് സർക്കിൾ ഉള്ള വ്യക്തിയാണ്. അതുപോലെ വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് നല്ലൊരു നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി എന്ന് പറയാം. ഒത്തിരി പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ജോലി ടൈപ്പ് ആളാണ് നിങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് നമുക്ക് വരുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഒരു എനർജീസ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഡ്രീംസ്, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഡ്രീംസുകൾ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേറെ മൂന്നാമതൊരാളുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു അവർ, അങ്ങനെ പറ്റിക്കുകയോ ചതിക്കുകയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തു മോശമായ രീതിയിൽ, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഡ്രീംസിലൂടെ കാണുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെ മുഖം നിങ്ങൾ ഡ്രീംസിലൂടെ കാണുന്നു. അങ്ങനെയൊക്കെയുള്ള ഡ്രീംസുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ തൻ്റെ തോന്നലുകളാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വന്നിട്ട് ഓക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ, നീ അറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ആളുകൾ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സണെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പക്ഷെ ആ ഒരു ഡ്രീംസും അതുപോലെ അവർ പറഞ്ഞ ആ റൂമറും എല്ലാം നിങ്ങളുടെ മുന്നിൽ സത്യമായി തെളിഞ്ഞ് കാണാനായിട്ട് സാധിച്ചു നിങ്ങൾക്ക് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്കറിയില്ല. ഇത് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം ട്രസ്റ്റ് ചെയ്ത ഒരു പേഴ്സൻ്റെ ഭാഗത്തുണ്ടായ ചീറ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സിൽ നിന്ന് ഡ്രീംസിലൂടെയും മറ്റു ഇൻഡ്യൂഷൻ തോന്നലുകളിലൂടെയും കിട്ടിയതാണ്. അതിനുശേഷം നിങ്ങളുടെ വ്യക്തികൾ പലരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പക്ഷെ അതൊന്നും നിങ്ങൾ കൈക്കൊണ്ടില്ല. പക്ഷെ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിച്ചു ഒരു ദിവസം. അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു എനർജിയായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ആരെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കണേ.
ഇവിടെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്നേഹത്തോടെ തന്നെ നിങ്ങളൊരു പേഴ്സൺ, ആ ഒരു പേഴ്സൺ മാത്രമാണ് ലോകം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരോട് ഒത്തിരിയധികം സ്നേഹത്തോടെ നിന്ന മറ്റൊരു ആളുകളോ ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ പോലുമില്ല. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങളുടെ പല പല ഫ്രണ്ട്സുമായിട്ട് വരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ വരെ പോയിട്ടുണ്ട്. കാരണം എപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ മാത്രം അഡിക്റ്റ് ആയിരുന്ന ഒരു സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ടാകാം. അത്രയ്ക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന ഒരു റിലേഷൻഷിപ്പാണ്, അത്രയ്ക്ക് നിങ്ങളൊരു 100% കൊടുത്ത് നിങ്ങൾ നിന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട്, വളരെ ഇഷ്ടപ്പെട്ട്, അതായത് നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട് വരുന്ന ഒരു സ്നേഹം, ആ രീതിയിലല്ല, വളരെ നാച്ചുറലായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിന്ന ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് വരുന്ന ഒരു കാർഡ് 7 ഓഫ് സോർട്സിന്റെ ഒരു എനർജിയാണ്. ഇവിടെ വളരെയധികം ചീറ്റിംഗ് ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മെന്റലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഒരു നുണകൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളെ ഒത്തിരി അധികം മാനിപ്പുലേറ്റ് ചെയ്ത് മെന്റലി നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഈ ഒരു പേഴ്സൺ വളരെയധികം കളിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദി ടൈമിൽ ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് നിങ്ങളാണ് ഇതിൻ്റെ കാരണക്കാർ എന്നൊരു രീതിയിലേക്ക് നിങ്ങളെ ഇമോഷൻസിനെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന രീതിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ട്. അത്തരത്തിൽ വരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ അതിന് ശരിക്കും ആ ഒരു പ്രശ്നം തുടങ്ങിയതോ അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമോ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സന്റെ സംസാര രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു പറച്ചിലിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകുന്നു, ഓക്കെ, ഞാനത് അങ്ങനെ ചെയ്തുകൊണ്ടാട്ടോ അതങ്ങനെ വന്നേന്ന്. കാരണം അവരെ അത്രയ്ക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ പിടിച്ച് ഉലച്ച് മാറ്റി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവര് വളരെ നിങ്ങളുടെ കൂടെ ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതാണ് നമുക്ക് ഒത്തിരി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം. പിന്നെ നമുക്ക് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കി, അത്തരത്തിലുള്ള ചീറ്റിംഗ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ ഈ ഒരു ദ മൂൺ കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞു. അവരാ മൂടി വെച്ചതും അല്ലെങ്കിൽ നിങ്ങളെ ഒളിച്ചു പിടിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ ഇമോഷണലി വട്ടുകറക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായി. ഇന്നതാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായി എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായ സമയത്ത് നിങ്ങൾ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്കൊരു വാശിയാണ് ഉണ്ടായത്. എന്നെ ഇത്രയധികം പറ്റിച്ച അല്ലേ, അപ്പോൾ എനിക്ക് എന്നെ തന്നെ സ്വന്തമായിട്ട് നേടിയെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ വളരെ ഡൗൺ ആയി പോയതിനു ശേഷം നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കാനും ഒരു ഇമോഷണൽ മച്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് വന്നതായിട്ട്, അതായത് നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങളുടെ മനസ്സിനെ വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജി വഴി പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ദ ഹെറോഫൻ കാർഡ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വീട്ടുകാർക്കും അറിയായിരിക്കാം. ചിലപ്പോൾ ഒരു മാരേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും, മാരേജ് കഴിഞ്ഞ ആളുകളായിരിക്കാം. എന്താണെങ്കിലും സൊസൈറ്റിക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ളൊരു കാര്യം അറിയാം. അപ്പോൾ ഈ ഒരു സൊസൈറ്റി എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വീട്ടുകാരും ഫാമിലീസും ഒക്കെ എന്ത് പറയും, ഇവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും. കാരണം പുറത്ത് ഇവരും മറ്റുള്ള വ്യക്തികൾക്ക് നല്ലൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞാൽ തന്നെ അവർ വിശ്വസിക്കണമെന്നില്ല ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇവരുടെ ബിഹേവിയർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് വശങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമല്ല. അല്ലെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് കഴിയണമെന്നില്ല. കാരണം അവർ പുറത്തു കൊടുക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ
വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റാണ് പുറത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പറഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ഇനി ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമോ, ആ ഒരു രീതിയിലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിങ്ങളിപ്പോൾ എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷം, നിങ്ങളുടേതായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഒക്കെ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയും ചലഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഇറങ്ങി വരാനായിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് ഇറങ്ങി വരാനായിട്ട്, പ്രതികരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ. അതായത് കംപ്ലീറ്റ്ലി എഗനസ്റ്റ് നിൽക്കാനായിട്ട്, അതായത് നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമായ രീതിയിൽ ടോക്സിക്കായ രീതിയിൽ വരുന്ന, അതായത് ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല ആ ഒരു രീതിയിലല്ല, നിങ്ങൾക്കെതിരെ ടോക്സിക്കായിട്ട് വരുന്ന കാര്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്താനും പ്രതികരിക്കാനും അതിന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കുന്നു. ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു കാർഡ് നൈൻ ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതും നമുക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് കിട്ടിയതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങൾ ഒന്ന് സ്റ്റേബിളായി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പല ആളുകൾ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒന്നും കൂടി ഒരു സെക്കൻഡ് തിങ്കിങ് നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട്, ഇനി ഇവരുമായിട്ടൊരു കോംപ്രമൈസിൽ പോകണോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു ടോക്സിക് ഇതിലേക്ക് പോകേണ്ടി വരില്ലേ എന്നുള്ള രീതിയിലും നിങ്ങൾ ചിന്തിക്കുന്നു. പിന്നെ ഇനി ആ ഒരു രണ്ട് തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട്, കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല, പക്ഷെ അവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് അതിനുള്ളിൽ നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയറോ ക്യാരക്ടറോ കാണിക്കുന്ന ആളുകളുമായിട്ട് സഹകരിച്ച് പോകണം എന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലൊരു കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അവരുമായിട്ട് സഹകരിച്ച് പോവുക, അവരോടുള്ള സ്നേഹം അതുപോലെ തന്നെ നിലനിർത്തുക. പക്ഷെ നിങ്ങളോട് കൂടുതൽ ഇന്റർഫെയർ ചെയ്യാനായിട്ട് വരുമ്പോൾ അതിനൊരു ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ തകർന്നു പോയ സമയത്ത് നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന ഒരാൾ പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് വളരെ വേദന നൽകിയ ഒരു കാര്യം തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതൊരു നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു ഇതിൽ നിന്നൊക്കെ നിങ്ങൾ റിക്കവർ ആയി വന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഒരു ഇതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാം, ഒരു ഔട്ടിങ്ങിന് പോകാം എന്ന രീതിയിലൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു എനർജീസിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു മോട്ടിവേഷൻ ആയിരുന്ന രീതിയിൽ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്ന രീതിയിലുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലും ഒരു ഒറ്റപ്പെട്ടിരിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പുറത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ട്. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് തിങ്കിങ്സ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് മോൾ ഓൺ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നതാണ്. റൈറ്റ് സൈഡിലെ കയ്യിൽ നിങ്ങൾക്ക് മറുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1990 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാം. എക്സ്പെക്ട് മെറാക്കിൾസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ. 6 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോങ് നെയിൽ. ഓക്കെ, ഫെബ്രുവരി മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്, ലൈഫിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. 1995 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. 2001 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. നമ്പർ 24 ഇത് കിട്ടുന്നുണ്ട്. നമ്പർ 34 കെയറിങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 26 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 48 ഗെയിമിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ്. ഓക്കെ, നമ്പർ 22. നമ്പർ 53
റോസ് കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ റോസ് കളർ ആകാനുള്ള ചാൻസ് ഉണ്ട്. 777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി. ഓക്കെ. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടാകാം. 1978 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1999 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. പേഷ്യൻസ്. 1989. അതുപോലെ വീഡിയോ ഗെയിം ആണ് നമുക്കൊരു ക്ലൂ ആയിട്ട് കിട്ടുന്നത്. വീഡിയോ ഗെയിം കളിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും ഒത്തിരി. അതുപോലെ ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ. 1977 സോഷ്യൽ വർക്കർ. കുക്കിങ്ങിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കാം. നമ്പർ 28 ലൈക്സ് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലവബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2003 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളുകളിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.